ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊതുകിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്ന 2 കിടിലൻ ടിപ്പുകളാണ് കേട്ടോ. വീട്ടിനുള്ളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്നുമൊക്കെ ഓടിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ടിപ്പ് നമ്മുടെ വീട്ടിനുള്ളിൽ കൊതുകിനെ ഓടിക്കാനുള്ളതാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാളയുടെയൊക്കെ സ്മെല്ല് വീട്ടിനുള്ളിലുള്ള ക്ഷുദ്രജീവികൾക്കൊന്നും ഒട്ടും ഇഷ്ടമാവില്ല കേട്ടോ. ഈ ഒരു ടിപ്പ് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ കൊതുകിനെ മാത്രമല്ല പാറ്റയും പല്ലിയും ചിലന്തിയൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ കാണിക്കുന്ന 2 ടിപ്പും ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കും അതുപോലെ പ്രായമായവർക്ക് ആസ്മ സംബന്ധമായിട്ടുള്ള പ്രോബ്ലമൊക്കെ ഉള്ളവർക്കൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മളിത് പുകയ്ക്കുകയോ കത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള ടിപ്പുകളാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത സവാള ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ നീര് മാത്രമാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു സവാളയുടെ നീരിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇത്തരത്തിൽ നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസുകൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അങ്ങനെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ എടുത്തിട്ടുള്ള സവാളയുടെ നീരാണിത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ. അത് ഒരു 2 എണ്ണം എടുത്തിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് ഈ ഒരു സവാളയുടെ നീരിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഞാൻ കർപ്പൂരം വെച്ചിട്ടുള്ള ടിപ്പുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളൊരു കമൻറ്റാണ് കർപ്പൂരം എവിടെയാണ് വാങ്ങാൻ കിട്ടുന്നത് എന്നുള്ളത്. ഒട്ടുമിക്ക കടകളിലും നമുക്ക് കർപ്പൂരം വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെയൊക്കെ അടുത്ത് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കർപ്പൂരം കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇത് പൊടിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാളയുടെ ആ ഒരു നീരിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കർപ്പൂരവും സവാളയും കൂടെ മിക്സ് ചെയ്യുമ്പം നല്ലൊരു മണമാണ് കേട്ടോ. ഈ ഒരു സ്മെല്ല് കൊതുകിനൊന്നും ഒട്ടും തന്നെ പിടിക്കില്ല. അപ്പോൾ ആ വീടിനുള്ളിലുള്ള കൊതുകുകളൊക്കെ പുറത്തേക്ക് പോയിക്കോളും. അതുപോലെ തന്നെ വീടിനുള്ളിലേക്കും കൊതുകുകളൊന്നും വരത്തില്ല. ഇത്തരത്തിലുള്ള ടിപ്പുകളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് അധികം പൈസ ചിലവും ഉണ്ടാവുകയില്ല. ഞാനിപ്പോൾ ആ ഒരു കർപ്പൂരം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്. നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സുർക്കയുണ്ടല്ലോ, അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് റെഡിയായിട്ട് കിട്ടും. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കി മുറിയിലുള്ളിലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്ന് ഇവിടെ സ്പ്രേ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു ചെറിയ പാത്രത്തിൽ തന്നെ ഒരു കോട്ടൺ ഇട്ടതിന് ശേഷം നമ്മുടെ ജനലിൻ്റെയൊക്കെ സൈഡിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കോട്ടൺ നമ്മൾ ഇതിലേക്ക് ഇട്ട് വെക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കോട്ടൺ ഇല്ലെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ച വരെയൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നമ്മുടെ ജനലിൻ്റെ സൈഡിൽ സൂക്ഷിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നമ്മൾ ജനലിൻ്റെ സൈഡിലോ അതല്ലാന്നുണ്ടെങ്കിൽ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ജനൽ തുറന്നിട്ട് ഉറങ്ങിയാൽ പോലും ഒരു കൊതുക് പോലും ഉള്ളിലേക്ക് കടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ അടച്ചിട്ട മുറിയിലാണ് ഈ ഒരു സൊല്യൂഷൻ വെക്കുന്നതെങ്കിൽ മുറിക്കുള്ളിൽ നല്ല ഒരു മണമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് 2ാമത്തെ ടിപ്പ് നോക്കാം. വീട്ടിനുള്ളിലുള്ള കൊതുകിനെ ഓടിക്കാനുള്ള ടിപ്പാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇനി പുറത്തുള്ള കൊതുകുകൾ വീടിനകത്തേക്ക് വരാതിരിക്കാനുള്ളതാണ് നമ്മുടെ 2ാമത്തെ ടിപ്പ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മണ്ണെണ്ണയാണ് കേട്ടോ. 1-2 ടേബിൾ സ്പൂണോളം മണ്ണെണ്ണ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ 1 ലിറ്ററോളം വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വീട്ടിന് പുറത്തുള്ള ജനാലയുടെ സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചട്ടിയുടെയൊക്കെ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കൊതുകിനെ കാണുന്നത്. അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊതുക് വീടിനുള്ളിലേക്ക് വരത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ വീടിന് പുറത്തുള്ള ജനാലയുടെ ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലന്തി വല കിട്ടുന്നത് നമുക്ക് നല്ലതുപോലെ ഒഴിവാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ ഈ ഒരു ടിപ്പ് ഒരിക്കലും നിങ്ങൾ വീടിനുള്ളിൽ സ്പ്രേ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മണ്ണെണ്ണയുടെ മണം വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് വീടിന് പുറത്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്.
പ്രത്യേകിച്ചും മഴക്കാലത്ത് സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റും നല്ലപോലെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും. പിന്നെ നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ റബ്ബറൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അങ്ങനെയുള്ളവർക്ക് 5 പൈസ പോലും ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് മണ്ണെണ്ണ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പുറത്തൊക്കെയുള്ള കൊതുകുകൾ വീടിനുള്ളിലേക്ക് കടക്കില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ 2 ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും അറിയിക്കാനായിട്ട് മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇനി ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.